മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ഇ.ഡി. റെയ്ഡ് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. ഇ.ഡി. നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനും രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്താനും കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് ശക്തമായി ഉയരുകയാണ്. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇ.ഡി. കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ളതാണ്. ഇത്തരം കേസുകളുടെ ഭാഗമായാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പലരും ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ ബി.ജെ.പിയിൽ ചേർന്ന പലരും പിന്നീട് മുഖ്യമന്ത്രി പദവി പോലെയുള്ള സുപ്രധാന പദവികളിലേക്ക് എത്തുന്നതും കുറ്റവിമുക്തരാക്കപ്പെടുന്നതും നാം കണ്ടു. ഈ നിലയിൽ ഇ.ഡി. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ യഥാസമയം വിചാരണ നടക്കുകയോ പ്രതികളാക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് അപൂർവമാണ്. 2025 കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ നൽകിയ കണക്കുകൾ പ്രകാരം നാമമാത്രമായ കേസുകളിലാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കപ്പെട്ടത്. ഇ.ഡി. കേസുകളിലെ ശിക്ഷാ നിരക്ക് സംബന്ധിച്ച ശക്തമായ വിമർശനം സുപ്രീം കോടതി തന്നെ നടത്തിയിട്ടുണ്ട്. കേസിന്റെ നടത്തിപ്പാണ് ഇ.ഡി. കേസുകളിലെ യഥാർത്ഥ ശിക്ഷ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇ.ഡി. കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ പോലുമില്ലാതെ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ആ ജയിൽവാസം തന്നെയാണ് അവർക്കുള്ള ശിക്ഷ. ഇ.ഡിയുടെ ഈ സമീപനങ്ങളെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത് അടുത്തിടെയാണ്. ചുരുക്കത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഏജൻസിയായി ഇ.ഡി മാറിക്കഴിഞ്ഞു. യജമാനന്മാരുടെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി. ഇ.ഡിക്കെതിരായി രാജ്യത്താകെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസും ആ നിലപാട് ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ്. എന്നാൽ പിണറായി വിജയനെതിരായ കേസിൽ സ്വന്തം നിലപാട് റദ്ദ് ചെയ്ത കോൺഗ്രസിനെയാണ് നാം കണ്ടത്. പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ഇ.ഡി. നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം നിരന്തരം ഉയർത്തിയത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ബി.ജെ.പി. ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഇ.ഡി. ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നിലപാട് സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം അറിയാൻ മലയാളികൾക്ക് താൽപ്പര്യമുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്താൻ, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഈ വിധം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധം ഉയരുക തന്നെ വേണം. ഒപ്പം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്.